ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരുപടി മുന്നിലാണ് LDF സ്ഥാനാർത്ഥികൾ. വലിയ ആത്മവിശ്വാസത്തിലാണ് മുന്നണി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ പന്നിൻ രവീന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷ കേരള വിഷൻ ന്യൂസിനോട് പങ്കുവയ്ക്കുന്നു. ഡി ബിനോയ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഇടതുമുന്നണിയുടെ തിരുവനന്തപുരത്തെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥി ശ്രീ പന്നിൻ രവീന്ദ്രൻ നമ്മളൊപ്പം ചേരുകയാണ്. തുടക്കത്തിൽ തന്നെ ഇലക്ഷൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു 3 ഘട്ടത്തോളം ഇപ്പോൾ മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഇതുവരെയുള്ള പ്രവർത്തനത്തെ? അല്ല, മിക്കവാറും എനിക്ക് പരിചയമുള്ള പ്രദേശമല്ലേ. ആ പ്രദേശങ്ങളിൽ വീണ്ടും വീണ്ടും പോകുക എന്ന് പറയുന്നത് തന്നെ അവരെ വീണ്ടും വീണ്ടും കാണുക എന്നുള്ളതാണ് ഒരു കേസ്. ഒന്ന്, ജനങ്ങളുടെ മനോഭാവത്തെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കാനുള്ളൊരു അവസരം ഉണ്ടായി ഈ സമയത്ത്. അതിൽ ഞാൻ സംതൃപ്തനാണ്. കാരണം ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു അത് വളരെ കൃത്യമാണ്. ഞങ്ങൾക്കൊരു കാര്യത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ജനങ്ങളെയാണ് പൂർണ്ണ വിശ്വാസം. ഈ ജനങ്ങളെ കാപട്യത്തിൻ്റെ മേലെ ജനങ്ങളെ മാറ്റിമറിക്കാൻ കഴിയില്ല. ഈ തലസ്ഥാനത്തെ ജനങ്ങൾ നീതിയുടെ ഭാഗത്ത് നിൽക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ നേരത്തെ 2005 ഇവിടെ മത്സരിച്ച് അന്ന് ഞാൻ ഈ നാട്ടിലുള്ള ആൾ തന്നെയാണ്. പക്ഷെ നാട്ടിലുള്ള ആളാണെങ്കിൽ പോലും എന്നെ അന്ന് ചിലരെന്ന് പറഞ്ഞെന്താ പറഞ്ഞാൽ വരത്തം വന്നിരിക്കുന്നു എന്നാണ്. പക്ഷേ കേരള തലസ്ഥാനത്തെ ജനങ്ങൾ പൂർണ്ണമായും എന്നെ സ്വീകരിച്ചു. നല്ല ഭൂരിപക്ഷം സ്വീകരിച്ചു. സമകാലിക രാഷ്ട്രീയം തന്നെ ആവുമോ ഈ തെരഞ്ഞെടുപ്പിന് ചർച്ച? തീർച്ചയായിട്ടും. എന്താ സമകാലിക രാഷ്ട്രീയം തന്നെ. നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അവരെ ബോധ്യപ്പെടുത്തുക. അവർ ഭയാശങ്കയോടുകൂടി കാണുക നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. ഇന്ത്യ ഇപ്പോൾ CAA വന്നല്ലോ. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ മതന്യൂനപക്ഷങ്ങളുണ്ട്. അവർ ഭാവിയെക്കുറിച്ച് ഇങ്ങനെ ആശങ്കയോടെ കാണുക. അവർക്ക് ഒരിക്കലും UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയില്ല, BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ കഴിയില്ല. പുതിയൊരു മുദ്രാവാക്യമാണല്ലോ മോദിയുടെ ഗ്യാരണ്ടി. അതിനെ എങ്ങനെ നോക്കുക? മോഡിയുടെ ഗ്യാരണ്ടി ആർക്കാ അറിയാത്തത്? മോഡി പറഞ്ഞ ഗ്യാരണ്ടിയിൽ നമ്പർ 1 നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 15 ലക്ഷം പാവങ്ങൾക്ക് കൊടുക്കും, പണക്കാരെ കാശെടുത്തിരുന്ന. അതിനെന്താ ചെയ്തേ? പാവങ്ങളെ കാശെടുത്ത് പണക്കാർക്ക് കൊടുത്ത്. ഇപ്പം ലോകത്തിലെ 3ാമത്തെ വലിയ മുതലാളിയായി മാറിയാരാ? അദാനിയാണ്. അയാളെ കയ്യിലാണ് നമ്മളെ പോർട്ടുള്ളത്. അയാളെ കയ്യിലാണ് ഈ വിമാനത്താവളം ഉള്ളത്. വിമാനത്താവളം നിങ്ങൾക്കറിയാലോ. വിമാനത്താവളം 1 ലക്ഷം കോടി ആസ്തിയുള്ള വിമാനത്താവളമാണ്. ആ വിമാനത്താവളം നടത്താമെന്ന് കേരളത്തിലെ ഗവൺമെൻറ് പറഞ്ഞു. നിങ്ങൾ പറയുന്നതിനേക്കാളും 10 കോടി നമ്മൾ തരാം. നോ, തരൂല്ല, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ പാടാന്ന്. അതാ കേന്ദ്ര ഗവൺമെൻറ്. കഴിഞ്ഞ 2 ടേമായിട്ട് ഇപ്പോൾ 2ാം പ്രാവശ്യവും LDF വന്നിരിക്കുന്നു. ആ LDFൻ്റെ ഭരണങ്ങളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭരണ നേട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാകുമോ ഈ തെരഞ്ഞെടുപ്പ്? അതിലെന്താ നിങ്ങൾക്ക് സംശയം? ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യും. നിങ്ങൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചല്ലോ. ജനങ്ങളെ മുമ്പിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? അന്ന് പറഞ്ഞ നുണയെന്താ? ബിരിയാണി ചെമ്പ്. ആ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കൊണ്ടുപോയ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയില്ലേ? തെരഞ്ഞെടുപ്പിൽ എന്താണ്ടത്? ഇടതുപക്ഷ മുന്നണിക്ക് 99 സീറ്റാണ് കിട്ടിയത്. 99 സീറ്റ്. അതെങ്ങനെയാണ് കിട്ടിയത്? ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കുന്ന ഗവൺമെൻറ്. അത് പൊതുവേ കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റുകളാണ് UDF പിടിച്ചെടുത്തത്. അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും മാറ്റം എന്താ പ്രതീക്ഷിക്കുന്നത്? ഇത് ജനങ്ങൾ കാണുന്നില്ലേ? ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ഇതല്ലേ പറയാൻ പോകുന്നത്? ഈ പാവപ്പെട്ട മനുഷ്യന് ഉള്ള അനുഭവമല്ലേ വോട്ടായിട്ട് വരുന്നത്. അതുകൊണ്ട് അതിന് ജനങ്ങൾ തിരിച്ചടിക്കും. 2004 ആവർത്തിക്കുമെന്നാണ് നമുക്ക് ഇപ്പോഴത്തുള്ള അവലോകനത്തിൽ തോന്നുന്നത്. അത് ആവർത്തിക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷത്തേക്കാൾ മുന്നോട്ട് പോകാൻ കഴിയും. വലിയ ഭൂരിപക്ഷം കിട്ടും. അത് എത്രയാണെന്ന് എനിക്ക് ഇപ്പോൾ തിട്ടപ്പെടുത്താൻ കഴിയില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ജനങ്ങളെങ്ങനെ പൊതുവെ ഒരു സമീപനം? ജനങ്ങൾ ഏറ്റവും നല്ല അടുത്ത സമീപനമാണ്. അവരെ നമ്മളോട് അനുകൂലമായി നിൽക്കുന്നു. അവരെ നിൽക്കുക മാത്രമല്ല, മറ്റുള്ള ആളുകളെ കൊണ്ട് നമ്മൾ സഹായം ചെയ്യാം എന്നുകൂടി പറയുന്നുണ്ട്. അതൊരു വലിയ അനുഭവം. ഈ യാത്രക്കിടയിൽ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കും? ആരോഗ്യത്തിൻ്റെ പ്രശ്നം നോക്കണ്ട. ഒരു യുദ്ധത്തിനിറങ്ങുന്ന അവസരത്തിൽ ആ ഭടൻ ആരോഗ്യമല്ല നോക്കണ്ട്. എതിരാളി ശത്രു വരുമ്പം ആ ശത്രുവിനെ നിഗ്രഹിക്കാൻ എന്താ വഴിയെന്ന് നോക്കണ്ട്. ആ ശത്രു സംഹാരത്തിനുമുള്ള പോരാട്ടത്തിൽ എൻ്റെ അസുഖമല്ല ഞാൻ നോക്കേണ്ടത്. എൻ്റെ പ്രതികൂല കാലാവസ്ഥ ഞാൻ നോക്കേണ്ട കാര്യമില്ല. പോരാട്ടത്തിന് മുമ്പിൽ വരുമ്പം അവിടെ വെച്ച് പതറാതെ ആ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം എന്നാണ് എൻ്റെ മനസ്സ്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. വിപ്ലവകാരി എന്ന് പറയുന്നത്, വിപ്ലവകാരി മഴ കണ്ടാൽ സമരം നിർത്താം എന്ന് പറയുന്നത് വിപ്ലവകാരിയുടെ ഒരു തത്വശാസ്ത്രമല്ല. മഴയായാലും പെരുമഴയായാലും എന്ത് വന്നാലും നമ്മൾ വിപ്ലവം തീരുമാനം നടപ്പിലാക്കാൻ നമ്മൾ മുമ്പോട്ട് പോകും. എല്ലാവിധ ആശംസകളും. ഓക്കെ, താങ്ക് യു.
തീർച്ചയായും സമകാലിക രാഷ്ട്രീയം തന്നെയാവും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുകയെന്ന് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും JS ഷാനിനൊപ്പം D ബിനോയ്, കേരള വിഷൻ ന്യൂസ്.